ഫുൾ ലോൺ എന്തായാലും ക്വാളിറ്റി വണ്ടിക്ക് ഫുൾ ലോൺ കിട്ടുന്നുണ്ടോ? മാക്സിമം റേറ്റ് കുറച്ച് തന്നെ കൊണ്ടല്ലേ? 3.5 2017 വണ്ടി. അതേ സമയത്ത് ലോൺ എത്ര കിട്ടും? ലോൺ എന്തായാലും ഒരു 4.30 4.40 വരെ പാസ്സാവും. അത്രയും വില കുറച്ച് കൊടുക്കുന്നവരെ എന്തെങ്കിലും പ്രശ്നമുള്ളതിനെ കൊണ്ടാണ് ഓഫറാണ്? തുറന്ന പാടല്ലേ, ഒരു ഓഫറിലങ്ങ് പോട്ടെ വണ്ടി. 9 മാസമായിട്ടുള്ള വണ്ടി ഇറക്കിയിട്ട് ആ 9 മാസം കൊണ്ട് പുതിയ വണ്ടിനേക്കാൾ നിങ്ങൾ എത്ര റേറ്റ് കുറച്ച് കൊടുക്കുന്നുണ്ടാവും? എന്തായാലും ഒരു 1.25 ലക്ഷം രൂപ അടുപ്പിച്ച് കുറയുന്നുണ്ടാവും അല്ലേ? 4.30 4.40 വരെ മാർക്കറ്റ് ഉണ്ട്. ഓക്കെ, നിങ്ങൾ ഇതിനിപ്പോ ചോദിക്കുന്ന റേറ്റ് കണ്ടീഷനിൽ ഒരു 3.5 കൊടുക്കാം. 3.5 ലക്ഷം രൂപയ്ക്ക് ഈ കണ്ടീഷനിൽ നിങ്ങൾ ഈ വണ്ടി കൊടുക്കും. നമസ്കാരം, ഞാൻ അഭി. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലെ തന്നെ ഏറ്റവും പുതുതായിട്ട് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന നമ്മളെപ്പോഴേക്കൊക്കെ പോകുന്ന കണ്ണൂർ കൂത്തുപറമ്പ് മെയിൻ റോഡിലാണ്. കായലോട് എന്നാണ് ലൊക്കേഷൻ്റെ പേര് വരുന്നത്. ഇന്ന് ഉദ്ഘാടനം കഴിഞ്ഞിട്ടുള്ള പുതിയൊരു ഷോറൂമിലാണുള്ളത്. ഷോറൂമിൻ്റെ പേര് വരുന്നത് മാർവൽ മോട്ടോഴ്സ് എന്നാണ്. അത്യാവശ്യം മാക്സിമം ഫുൾ ലോൺ കിട്ടുന്ന വണ്ടികളുണ്ട്, ലോ ബഡ്ജറ്റിൽ കിട്ടുന്ന വണ്ടികളുണ്ട്. അത്യാവശ്യം പുതിയ വണ്ടികൾ തന്നെ, നല്ല ക്വാളിറ്റിയുള്ള വണ്ടികൾ മാക്സിമം വില കുറച്ചിട്ടും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് മെയിൻ ഹൈലൈറ്റ്. അപ്പോൾ നമുക്ക് ഒരു വണ്ടികളും പരിചയപ്പെട്ട് തുടങ്ങാം. സോ മൂവിങ് ടു ദ വീഡിയോ. നമ്മുടെ വണ്ടി ഡീറ്റെയിൽ പറയാനുള്ളത് അർജേട്ടാണ്. അർജേട്ടാ, ഹായ്. പുതിയ ഷോറൂമിന് എല്ലാവിധ ആശംസകളും. താങ്ക് യു. തുടങ്ങല്ലേ? അതെ. എവിടെ നിന്ന് തുടങ്ങാം? നമുക്ക് അവിടെ നിന്ന് തുടങ്ങാം. ആയിക്കോട്ടെ. A-Star KL 13 കണ്ണൂർ രജിസ്ട്രേഷൻ. എങ്ങനെ ഡീറ്റെയിൽ വരുന്നത്? ഇത് 2011 വണ്ടിയാണ്. LXI, VXI, ZXI? VXI വരുന്നത്. VXI എന്നുള്ളത് ടോപ്പ് എൻഡ് അല്ല, മിഡിൽ ഓപ്ഷൻ ആയിട്ടാണ് വരുന്നത്. അതെ. മാനുവൽ ആണോ ഓട്ടോമാറ്റിക് ആണോ? ഓട്ടോമാറ്റിക്കൽ വരുന്നത്. CVT ആണ്. ഓട്ടോമാറ്റിക് ആണല്ലേ? അതെ. ഓട്ടോമാറ്റിക് കുറച്ച് വണ്ടികൾ മാത്രമേ A-Starൽ ഇറങ്ങിയിട്ടുള്ളൂ. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ 40,000 കിലോമീറ്റർ ഓടി. 40,000 ആകെ ഓടിയിട്ടുള്ളൂ. മീറ്റർ വർക്കിംഗ് ആണോ? അതെ, വർക്കിംഗ് ആണ്. മീറ്റർ വർക്കിംഗ് ആണ്. അല്ല, സാധാരണ കമന്റ് ചോദിക്കും 15 കൊല്ലമായിട്ട് 14 കൊല്ലമായിട്ട് ആകെ 40 ഓടിയിട്ടേ ഉള്ളൂ എന്നുള്ളത്. അല്ല, ഇതത്രേ ഓടിയിട്ടുള്ളൂ. ഓക്കെ, സെക്കൻഡറി വണ്ടി ആയിട്ട് ചിലപ്പോൾ യൂസ് ചെയ്തായിരിക്കും കിലോമീറ്റർ ഓടാത്തത്. K സീരീസ് എഞ്ചിനാണ്. 13 റേഞ്ചിലൊക്കെ ആയിട്ട് മൈലേജ് കിട്ടുന്നുണ്ട് ഓട്ടോമാറ്റിക്കില്. അതെ. ലോ ബഡ്ജറ്റ് ഓട്ടോമാറ്റിക് വണ്ടി എന്ന് പറയാൻ പറ്റും അല്ലെ? പൊന്നുമലയാണോ? ഒന്നും നല്ലതല്ല, നമുക്ക് ചെറിയ പൈസ കൊടുക്കാം. എത്രയ്ക്കാ? എന്തായാലും 2-നുള്ളിലായിട്ട് കൊടുക്കാം. എന്നാലും 1.60 വരെ നമുക്ക് ലോൺ ആക്കി കൊടുക്കാം. 1.60 റേഞ്ച് ലോൺ കിട്ടുന്നുണ്ടാവും. റേറ്റ് ഇപ്പം 2 താഴെ എന്ന് പറയുന്നേരം ഒരു 1.90 റേഞ്ചിലൊക്കെ കൊടുക്കാം. 1.90 റേഞ്ചിൽ കൊടുക്കാം അല്ലേ? വിശ്വാസം എടുത്തൂടെ? ഓ, എന്തായാലും വിശ്വാസം എടുക്കാം. ഓക്കെ. അതിന്റെ അടുത്തത് സാൻഡ്രോ 2019. അതെ, ഇത് 2019 90,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർ തന്നെയാണ് വണ്ടി. ഓക്കെ. നമുക്ക് ഏകദേശം ഒരു 3 റുപ്യക്കുള്ളായിട്ട് കൊടുക്കാം. ലോണും ഫുൾ ലോൺ തന്നെ കിട്ടും. എന്തായാലും വണ്ടിക്ക് റേറ്റ് എത്രയാണ് വരുന്നത്? ഒരു 2.80 കൊടുക്കാം. 2.80 കുറയുന്നുണ്ടാവോ? നോക്കിയിട്ട് നമുക്ക് നല്ല കസ്റ്റമർ ഒക്കെ ആണെങ്കിൽ 3 ലക്ഷം രൂപ റേഞ്ചിൽ ലോൺ കിട്ടാൻ ചാൻസ് ഉള്ള ഒരു വണ്ടി അല്ലേ ഇത്? അതെ, എന്തായാലും 3 ലക്ഷം ലോൺ. ഒരു 20,000 രൂപ റേഞ്ചിൽ ക്യാഷ് ബാക്ക് കിട്ടുന്നുണ്ടാവും. ആവശ്യമുള്ളവർക്ക് എടുക്കാം. KL 07 കൊച്ചി രജിസ്ട്രേഷൻ ആണ്. അതെ. നിലവിൽ വേറെ അപാധകളൊന്നും ഇല്ലല്ലോ? ഇല്ല, ചെറിയ 2 സ്ക്രാച്ച് അല്ലാണ്ട് കാര്യമായിട്ടൊന്നുമില്ല. ഓക്കെ. അടുത്തത് ഇയോൺ ആണ്. KL 47 രജിസ്ട്രേഷൻ. ഡീറ്റെയിൽ എങ്ങനെയാ? ഇത് 2018 ഇറ പ്ലസ് ആണ്. 40,000 കിലോമീറ്റർ ഓടി. ജെന്യൂൻ കിലോമീറ്ററോ? അതെ. ലോ കിലോമീറ്റർ വണ്ടി അല്ലേ? അതെ. ഇപ്പൊ നിലവിൽ ഓണർഷിപ്പ് ഒക്കെ എത്രയുണ്ട്? സിംഗിൾ ഓണറാണ്. 800 cc ആണോ 1000 cc ആണോ? 800 വരുന്നത്. ഏകദേശം 18-20 റേഞ്ചിൽ മൈലേജ് കിട്ടുന്ന ഇയോൺ 800 cc ആണ്. റീപ്ലേസ് അപാകതകൾ അങ്ങനെ എന്തെങ്കിലും പറയാത്ത രീതിയിലുണ്ടോ? ഇല്ല, കാര്യമായിട്ട് ഒരു പ്രശ്നമില്ല. റീപ്ലേസ് ഒന്നും എന്തായാലും ഇല്ല. ഓക്കെ. നീറ്റുമാണ് അത്യാവശ്യം. നല്ല ടയർ കാണുന്നുണ്ട്. അതെ. ലോണൊക്കെ എത്ര കിട്ടുന്നുണ്ടോ ഏകദേശം? ലോൺ നമുക്ക് അത്യാവശ്യം ഫുൾ ലോൺ തന്നെ ചെയ്യാൻ പറ്റും ഇതിന്. ഓക്കെ. റേറ്റ് എത്ര വയ്ക്കുന്നത്? ചോദിക്കുന്നത് നമുക്ക് നോക്കിയിട്ട് എന്തെങ്കിലും അഡ്ജസ്റ്റ് ആക്കി കൊടുക്കാൻ പറ്റും. ഓക്കെ. ഏകദേശം ഫുൾ ലോൺ കിട്ടുന്ന ഫുൾ ലോൺ എന്തായാലും ക്വാളിറ്റി വണ്ടിക്ക് ഫുൾ ലോൺ കിട്ടുന്നുണ്ടോ? മാക്സിമം റേറ്റ് കുറച്ച് തന്നെ കൊണ്ടല്ലേ? അടുത്തത് ബ്രയോ ആണ്. 2014 വരുന്ന വണ്ടിയാണ്. സെക്കൻഡ് ഓണർ. KL 58 തളിപ്പറമ്പ് രജിസ്ട്രേഷൻ ആണ്. സോറി, അത് 2 എപ്പോഴും എനിക്ക് മാറും. 1.2 പെട്രോൾ എഞ്ചിൻ മാത്രമേ ബ്രയോയിൽ വരുന്നുള്ളൂ. അതെ. VX അല്ലേ? VX ആണ്. VX അന്ന് ഇറങ്ങിയിട്ടുള്ള ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. അതെ. അതുകൊണ്ട് തന്നെ എയർ ബാഗ്, സ്റ്റിയറിംഗ് കൺട്രോൾസ്, എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ടാവും. ഇപ്പൊ നിലവിൽ ഓണർഷിപ്പ് എത്രയുണ്ട്? സെക്കൻഡ് ഓണറിലാണ്. കിലോമീറ്ററോ? 52,000 കിലോമീറ്റർ. ജെന്യൂൻ. അതെ. ഏകദേശം ഒരു 13-15 റേഞ്ചിലൊക്കെ മൈലേജ് സിമ്പിൾ ആയിട്ട് കിട്ടുന്ന വണ്ടിയാണ്. അതെ. വലിയൊരു മെയിൻ്റനൻസും വരാറില്ല. ഹോണ്ടൻ്റെ വണ്ടിയും കൂടെ ലേബിൾ ആണ്. റേറ്റ് എങ്ങനെ ചോദിക്കുന്നത്? നമുക്കൊരു 3.5 റേറ്റിന് കൊടുക്കാം. 3.5 റേറ്റിന് 3.25 മുകളിൽ ലോൺ കിട്ടുമോ? അത് കിട്ടും. ഫുൾ ലോൺ പറയാൻ പറ്റുമോ? ഫുൾ ലോൺ നോക്കിയിട്ട് ചെയ്യാം. നമുക്ക് പ്രൊഫൈൽ അഡ്ജസ്റ്റ് ആക്കാം. ഓക്കെ. 3.25 വരക്ക് നമുക്ക് നോക്കിയിട്ട് ചെയ്യാം. എടുക്കുന്നതൊക്കെ വേറെ അപാകതകൾ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഒന്നും വരാനില്ല. നീറ്റ് അല്ലേ? നീറ്റാണ്. വിലക്കുള്ള മുതലില്ലേ വണ്ടി? ഉണ്ട്. ഇനി മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ളത് ഇതിന്റെ റേറ്റ് അടിപൊളിയാണ് എന്നുള്ളത് ആദ്യം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ ഡീറ്റെയിൽ? 2017 മോഡൽ കംഫർട്ട് ലൈൻ. ഫുൾ ലോൺ വരുമോ? ഓ, ഫുൾ ലോൺ മോള് കയറും. ഫുൾ ലോൺ മോള് കയറും. MU ആണ്. 1.2 പെട്രോൾ ആണോ 1.5 ഡീസൽ ആണോ? പെട്രോൾ ആണ്.
പെട്രോൾ 1.2 ആണ്. 13, 15, 17 താഴെയായിട്ട് മൈലേജ് കിട്ടുന്നുണ്ടാവും. അതെ. മിഡിൽ ഓപ്ഷൻ ആണെങ്കിലും ഒരുതെല്ലാ ഫീച്ചേഴ്സും എയർ ബാഗ്സ് ഉൾപ്പെടെ വരുന്നുണ്ട്. 4 നല്ല ടയേഴ്സ് കാണുന്നുണ്ട്. റീപ്ലേസ് ആക്സിഡന്റ് ഹിസ്റ്ററി എന്തെങ്കിലും കാര്യമായിട്ട് ഇല്ല. റീപ്ലേസും ഓക്കെ. 65,000 എത്ര കിലോമീറ്റർ? എത്ര 67? 62,000 കിലോമീറ്റർ. ഓക്കെ. ഓണർഷിപ്പ് സിംഗിളോ സെക്കൻഡോ? സെക്കൻഡ് ആണ്. റേറ്റ് എത്ര? അതാ അറിയണ്ട്. നമുക്കൊരു 3.5 കൊടുക്കാം. 3.5ക്ക് 2017 വണ്ടി. അതെ. അതേ സമയത്ത് ലോൺ എത്ര കിട്ടും? ലോൺ എന്തായാലും ഒരു 4.30, 4.40 പാസ്സാവും. അത്രയും വില കുറച്ച് കൊടുക്കുന്നവരെ എന്തെങ്കിലും പ്രശ്നമുള്ളതിനെ കൊണ്ടാണ് ഓഫറാണ്? തുറന്ന പാടല്ലേ, ഒരു ഓഫറിലങ്ങ് പോട്ടെ വണ്ടി. ഇനി അടുത്തത് നിയോസ് ആണെങ്കിലോ? നിയോസ് വരുന്നത് ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. ഓക്കെ. സ്പോർട്സ് ആണ്. 2020 മോഡൽ വണ്ടി. ഓക്കെ. ഓണർഷിപ്പ് എത്രയുണ്ട്? സിംഗിൾ ഓണർ, 42,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. ആകെ 42,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. റീപ്ലേസ് ആക്സിഡന്റ് ഹിസ്റ്ററി എന്തെങ്കിലും പറയാത്ത രീതിയിലുണ്ടോ? റീപ്ലേസ് ഒന്നും ഇല്ല. ഹിസ്റ്ററിയും കറക്റ്റ് ആണ്. പിന്നെ നമുക്ക് 5.5 ലക്ഷം ചോദിക്കുന്നത്. 5 ലക്ഷം വരെ എന്തായാലും ലോൺ ചെയ്യാൻ പറ്റും. 5.5 പ്രൊഫൈൽ ഡിപ്പെൻഡ് ആയിട്ട് വരേണ്ടതാണ്. 5.25 വരെ ചെയ്യാം. 5 നോർമലായിട്ട് എല്ലാവരും കിട്ടുന്ന ഒരു. ഓക്കെ. KL 14 കാസർഗോഡ് രജിസ്ട്രേഷൻ ആണ്. കാസർഗോഡാണ്. സ്പോർട്സ് എന്നുള്ളത് ആസ്റ്റർ എന്നുള്ള ഫുൾ ഓപ്ഷൻ തൊട്ട് താഴെ വരുന്ന വേരിയന്റ് ആണ്. ഓട്ടോമാറ്റിക് അതിന് കൂടെ ഏകദേശം 13 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടോ? അതെ അതെ. ഇനി അടുത്ത എക്സ്പ്രസ് ആണെങ്കിലോ? ഇത് 2024 മോഡല് VXI ഓപ്ഷണൽ വണ്ടിയാണ്. 2024 9 മാസം ഇറങ്ങിയ വണ്ടി. അതെ അതെ. 5,000 കിലോമീറ്ററിനുള്ളിൽ ഓടിയിട്ടുള്ളൂ. 3000 അടുത്താണ്. ഓക്കെ. 3000 കിലോമീറ്റർ. ഇത് സീറ്റ് കവർ ഒന്നും പറിച്ചിട്ടില്ലല്ലോ? ഇല്ല, കവറൊക്കെ കമ്പനി വന്ന പോലെ തന്നെ ഉണ്ട്. മാനുവൽ ആണ്. 1 ലിറ്റർ K സീരീസ് എഞ്ചിന് 15-16 റേഞ്ചിൽ വരെ ലോണും ചെയ്യാൻ പറ്റും. ഓക്കെ. 5 ലക്ഷം രൂപ വരെ ലോൺ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ന്യൂ കാറിന്റെ അതേ ഇൻട്രസ്റ്റ് റേറ്റിൽ കിട്ടുന്നുണ്ടോ? അതായത് വണ്ടി എടുത്തിട്ട് ആകെ 6 മാസമായിട്ടേ ഉള്ളൂ. അത്ര ഓടിയിട്ട് അല്ല, 6 മാസമല്ല, സോറി, 9 മാസമായിട്ടുള്ളൂ വണ്ടി ഇറക്കിയിട്ട്. ആ 9 മാസം കൊണ്ട് പുതിയ വണ്ടിനേക്കാൾ നിങ്ങൾ എത്ര റേറ്റ് കുറച്ച് കൊടുക്കുന്നുണ്ടാവും? എന്തായാലും ഒരു 1.25 ലക്ഷം രൂപ അടുപ്പിച്ച് കുറയുന്നുണ്ടാവും അല്ലേ? ഓക്കെ. റേറ്റ് എങ്ങനെയാ വരുന്നത്? നമുക്കൊരു 4.85 റേഞ്ച് കൊടുക്കാം. 4.85 റേഞ്ചിൽ പുതിയ എക്സ്പ്രസോ കിട്ടുന്നുണ്ടാവും. ന്യൂ കാർ എടുക്കുന്ന ആൾക്കും നല്ലൊരു ഓപ്ഷൻ ആണെന്നുള്ള രീതിയിൽ. വേറെ അപാകതകൾ അങ്ങനത്തെ കാര്യങ്ങൾ ഒന്നുമില്ലല്ലോ? കമ്പനി വാറന്റിയിൽ അടക്കം നിൽക്കുന്ന വണ്ടി. ശരി. അർച്ചേട്ടാ, ആദ്യമായിട്ടാണ് ഒരു ഷോറൂമിന്റെ യൂസ്ഡ് കാർ ഷോറൂമിന്റെ മുന്നിൽ വാഹന ഇൻഷുറൻസ് പറഞ്ഞ ഇങ്ങനെ ഒരു ബോർഡ് കാണുന്നത്. ഇതെന്താ സംഭവം? അത് ഞാൻ ഇൻഷുറൻസ് കമ്പനിയിലൊക്കെ മുന്നേ വർക്ക് ചെയ്തതാണ്. അപ്പൊ നമ്മൾ അതിൽ ബന്ധം വെച്ചിട്ട് കുറച്ച് ടൈപ്പില് ചെറിയ എമൗണ്ടില്, അതായത് മാക്സിമം IDVയില് ചെറിയ പ്രീമിയം എമൗണ്ടിൽ നമുക്ക് ഇൻഷുറൻസ് കൊടുക്കാൻ പറ്റും. അതായത് 10,000 രൂപ വരുന്ന ഒരു ഇൻഷുറൻസ് പ്രീമിയം നിങ്ങളെടുത്ത് വരുന്ന കാറിൻ്റെതൊക്കെ എത്രയോ? നമുക്ക് 8,500 രൂപ, 8,300 രൂപ അത്രയും മാറ്റം വരുന്നുണ്ട്. 1,500 രൂപ, അതായത് ഏറ്റവും ചുരുങ്ങിയ 15% ഡിഫറൻസ് ഉണ്ടാവും. ഓക്കെ. അത്രയും മിനിമം IDV ഉണ്ടാവും. ഓക്കെ. IDV കുറച്ചിട്ട് ഇൻഷുറൻസ് എമൗണ്ട് കുറയ്ക്കുന്ന പരിപാടിയല്ല. അങ്ങനെയൊന്നുമില്ല. ഓക്കെ. മാക്സിമം IDV മാക്സിമം കസ്റ്റമർ പറയുന്നത് എല്ലാവർക്കും കിട്ടൂലേ? വീഡിയോ ആണ് എല്ലാവർക്കും കിട്ടും. അപ്പോൾ നിങ്ങളെ നമ്പർ, ഇൻഷുറൻസിന് വേണ്ടി സെപ്പറേറ്റ് നമ്പർ ഉണ്ടല്ലോ? ഈ നമ്പർ കൊടുത്താൽ മതി. ഓക്കെ. അപ്പോൾ ജസ്റ്റ് ഇൻഷുറൻസ് എടുക്കുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് നിങ്ങളെ ഇൻഷുറൻസിന്റെ ഡീറ്റെയിൽ ഒന്ന് അയച്ചു കൊടുക്കുകയാണെങ്കിൽ അത് റേറ്റ് കൂട്ടിട്ട് കൊടുക്കാം. അവിടെ കുറവുകൾ വെച്ച കസ്റ്റമർക്ക് എടുക്കാം. എന്തായാലും നമ്മളായിട്ട് ചോദിച്ചോട്ടെ, വില പറഞ്ഞു കൊടുക്കാം. ശരി. അടുത്തത് ഇത് 2016 i20 ആണ്, ആക്റ്റീവ് i20. നിങ്ങളെ ബാക്കിയുള്ള വണ്ടികളെ അപേക്ഷിച്ചിട്ട് കുറെ സ്ക്രാച്ചും കുത്തും കോമിയും കാണുന്നുണ്ട്. ഇത് നമുക്കൊരു വണ്ടിക്ക് എക്സ്ചേഞ്ച് വന്ന വണ്ടിയാണ്. ഓക്കെ. കുറച്ച് വർക്ക് എടുക്കാൻ ബാക്കിയുണ്ട്. വർക്ക് എടുക്കാൻ ബാക്കി എന്ന് പറയുന്ന നേരം ഒന്ന് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാമോ? സ്ക്രാച്ച് ഇടണ്ടൊക്കെ കുറച്ചുണ്ട്. എന്തായാലും പെയിന്റിംഗ് വർക്ക് ചെയ്യണം ഇതിന്. ഓക്കെ. എത്ര രൂപയുടെ വർക്ക് ഇപ്പം നിലവിൽ ബാക്കി ഉണ്ടാവും? എന്തായാലും ഒരു 10-15 റുപ്യേന്റെ വർക്ക് ഉണ്ടാവും. 10-15 റുപ്യ റേഞ്ചിൽ വർക്ക് ബാക്കി ഉണ്ടാവും. അതെ. പെട്രോൾ ആണ്. 13-15 റേഞ്ചിൽ. 2016 അല്ലേ പറഞ്ഞത്? അതെ, 16 സിംഗിൾ ഓണർ വണ്ടിയാണ്. കിലോമീറ്റർ ഇപ്പോൾ എത്ര ഓടിയിട്ടുണ്ടാവും? കിലോമീറ്റർ ഇപ്പോൾ 72,000 കിലോമീറ്റർ. വേറെ റീപ്ലേസ് അപാകതകൾ? റീപ്ലേസ് ഒന്നുമില്ല. ശരിക്കും ഈ വണ്ടി ഒരു ഫുൾ പക്ക ക്വാളിറ്റി ഒക്കെ കഴിഞ്ഞാൽ എത്രയ്ക്ക് വിറ്റു പോകും? ക്വാളിറ്റി ആക്കുന്നതാണ് 4.30, 4.40 ഒക്കെ മാർക്കറ്റ് ഉണ്ട്. ഓക്കെ. നിങ്ങൾ ഇതിനിപ്പോൾ ചോദിക്കുന്ന റേറ്റ് കണ്ടീഷനിൽ ഒരു 3.5 കൊടുക്കാം. 3.5 ലക്ഷം രൂപയ്ക്ക് ഈ കണ്ടീഷനിൽ നിങ്ങൾ ഈ വണ്ടി കൊടുക്കും? അതെ. എടുക്കുന്ന ആ പൈസക്കുള്ള മുതലുണ്ടോ? ഇത് എന്തായാലും മാർക്കറ്റ് വാല്യൂ അതിനെക്കാട്ടി ഉണ്ട്. പിന്നെ പണിയെടുത്ത് കൊടുക്കുന്നതിനെക്കാട്ടി ഈ കണ്ടീഷനിൽ കൊടുക്കുന്ന ആരെങ്കിലും എടുക്കുന്നതാണെങ്കിൽ മുതലാവെങ്കിൽ നല്ലതാണല്ലോ കരുതി. അടുത്ത എക്സ്പ്രസ് ആണെങ്കിലോ? ഇത് വരുന്നത് 2023 മോഡൽ ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ഓക്കെ. ഫുൾ ഓപ്ഷനിൽ ഓട്ടോമാറ്റിക് അല്ലേ? ഓപ്ഷനിൽ ഓട്ടോമാറ്റിക് VXI പ്ലസ് ഓപ്ഷനിലാണ് വരുന്നത്. ഓക്കെ. 7 മാസമുള്ള വണ്ടിയാണ്. അതെ. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ടാവും? കിലോമീറ്റർ 15,000-നുള്ളിൽ ഓടിയിട്ടുള്ളൂ. 15,000-നുള്ളിൽ ഓടിയിട്ടുള്ളൂ അല്ലേ? അപ്പൊ നിലവിൽ റീപ്ലേസ് ആക്സിഡന്റ് ഹിസ്റ്ററി എന്തെങ്കിലും ഉണ്ടോ? ഇല്ല ഇല്ല. ഹിസ്റ്ററി എല്ലാം കറക്റ്റ് ആണ്. അതെ. അത്യാവശ്യം നല്ല ടയർ 4 കാണുന്നുണ്ട്. ഡീലർ ബാഗ് എല്ലാം വരുന്ന ഫുൾ ഓപ്ഷനിൽ നിൽക്കുന്ന വണ്ടി. അതെ. KL 13 കണ്ണൂർ രജിസ്ട്രേഷൻ തന്നെയാണ്. ഓണർഷിപ്പ് സിംഗിൾ അല്ലേ ഇത്?
ഓണർഷിപ്പ് സിംഗിളാണ്. സിംഗിളാണ്. റേറ്റ് എത്ര ചോദിക്കുന്നത്? നമുക്കൊരു 5.35 കൊടുക്കാം. 5.35. ഓട്ടോമാറ്റിക് വണ്ടിനെ കൊണ്ട് എന്തായാലും പുതിയ വണ്ടിനെ റേറ്റ് വ്യത്യാസം ഉണ്ട്. ഒരു 20,000 രൂപയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ലോൺ ആക്കാം. ഓക്കെ. 5-10 എന്തായാലും ലോൺ കിട്ടും അല്ലേ? എടുക്കുന്നതൊക്കെ എന്തായാലും പൈസക്കുള്ള മുതലില്ലേ? മുതലാണ്. വേറെ വിശ്വസിച്ച് എടുക്കാലോ, വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ? പ്രശ്നമൊന്നുമില്ല. പുതിയ വണ്ടി എടുക്കുന്ന പോലെ തന്നെ നോക്കിയിട്ട് എടുക്കാം. വേറെ വാറണ്ടിയും കിട്ടുന്നുണ്ടല്ലേ? ശരി. അടുത്ത മഹീന്ദ്രന്റെ സൈലോ ആണെങ്കിൽ ഇത് 2013 വരുന്നത്. ഓണർഷിപ്പ് എത്രയുണ്ട്? സിംഗിൾ ഓണറാണ്. E4 എന്നുള്ള അന്ന് ഇറങ്ങിയിട്ടുള്ള മിഡിൽ ഓപ്ഷൻ ആണ്. അതെ. ഡീസലിൽ ഏകദേശം 15 റേഞ്ചിൽ മൈലേജും കിട്ടുന്നുണ്ടാവും. അതെ. നമുക്കൊരു 1.60 ലോണും ചെയ്യാം. 1.80 വരെയൊക്കെ ലോൺ ചെയ്യാം. ഓക്കെ. 2013 സൈലോൺ അല്ലേ? അതെ. മഹീന്ദ്രയാണ്. ഇരുമ്പുണ്ട്, തുരുമ്പുണ്ടോ? തുരുമ്പ് വളരെ കുറവാണ്. സാധാരണ സൈലോലൊക്കെ തുരുമ്പ് അധികം കാണുന്ന വരുന്നില്ല. കമ്പാരിറ്റീവ്ലി കുറവാണല്ലേ? അതെ. അത്യാവശ്യം നല്ല വൃത്തിക്ക് ഉപയോഗിച്ചൊരു വണ്ടിയാണ്. ഓക്കെ. LOS കാര്യങ്ങളെല്ലാം കാണുന്നുണ്ട്. 4 അത്യാവശ്യം നല്ല ടയേഴ്സും കാണുന്നുണ്ട്. ബോഡി ഷേപ്പും ഉണ്ട് വണ്ടി. അതെ. 2028 വരെ പേപ്പർ വാലിഡിറ്റി ഉണ്ട്. ഇതിന്റെ അടുത്തത് എക്സ്പ്രസോ. ഇത് നമുക്ക് വരുന്നത് 2022 മോഡൽ വണ്ടിയാണ്. 22 മോഡൽ എക്സ്പ്രസോ. VXI LXI ഏതാണ്? VXI ഓപ്ഷനിലാണ്. മാനുവൽ ആണോ ഓട്ടോമാറ്റിക് ആണോ? മാനുവലാണ്. മാനുവൽ ആണ്. K സീരീസിൽ. അതെ. മാനുവൽ ഗിയർ ബോക്സ്, 1 ലിറ്റർ, 15-17 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടാവും. അതെ. ഫുൾ ഓപ്ഷൻ അതിനെ കൊണ്ട് ഇൻബിൽറ്റ് ടച്ച് സ്ക്രീനും സ്റ്റിയറിംഗ് കൺട്രോൾസ് എല്ലാം വരുന്നുണ്ട്. ഒക്കെ വരുന്നുണ്ട്. റേറ്റ് എങ്ങനെ ചോദിക്കുന്നത്? 4.45 ഫുൾ ഓൺ ചെയ്യാം. 4.45 ഫുൾ ഓൺ ചെയ്യാം. അതെ. അപാകതകളുള്ളതിനെ കൊണ്ട്, ഫ്ലഡ് ഉള്ളതിനെ കൊണ്ട്, മേജർ ആക്സിഡന്റ് ഉള്ളതിനെ കൊണ്ട്, എന്തെങ്കിലും കുറ്റക്കുറവുള്ളതിനെ കൊണ്ട് വില കുറച്ച് ഫുൾ ഓൺ ആക്കുന്നതാണോ? അല്ല, നോർമൽ ഇതിനൊക്കെ വാല്യൂഷൻ അധികം വരുന്നുണ്ട്. ഫുൾ ഓൺ കിട്ടുന്നതാണ്. ഓക്കെ. ഇപ്പൊ 2022 വണ്ടിയാണ്. ഏകദേശം 3 വർഷമായിട്ടേ ഉള്ളൂ. എടുക്കുന്നൊക്കെ പൈസക്കുള്ള മുതലല്ലേ? എന്തായാലും ഉണ്ടല്ലോ. 2022 വണ്ടിയാണ്. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ടോ? 27 കിലോമീറ്റർ ഓടി. ആകെ 25 ഓടി. ഒക്കെ ലോ കിലോമീറ്റർ വണ്ടിയല്ലേ? ക്വാളിറ്റി ഉള്ള വണ്ടിയല്ലേ? ക്വാളിറ്റിയാണ്. ശരി. അടുത്ത് ഇന്നോവ. ഇത് 2010 മോഡൽ സിംഗിൾ ഓണർ വണ്ടിയാണ്. ഒറിജിനൽ കേരള. ഞാൻ ചോദിക്കാൻ വരുന്നത്, റീവണ്ടി ചിലത് വരുന്ന സമയത്ത് ഓണർഷിപ്പ് പിന്നെ ഒന്നിലേക്ക് എത്താറുണ്ട്. അങ്ങനെ ഒറിജിനൽ കേരള വണ്ടി ഇപ്പൊ കഴിഞ്ഞു. അത്യാവശ്യം പുതിയ ടയർ, ബാറ്ററി ഒക്കെ പുതിയ, ഇൻഷുറൻസ് ഒക്കെ പുതിയ എടുത്തിട്ടുണ്ട്. സെൻട്രൽ ലോക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. 1.20 ഓടിയിട്ടുള്ളൂ. ഓക്കെ. LOS ആഫ്റ്റർ മാർക്കറ്റ് ചെയ്തിട്ടുണ്ട്. 4 നല്ല ടയർ കാണുന്നുണ്ട്. അത്യാവശ്യം നല്ല ബോഡി ഷേപ്പും കാണുന്നുണ്ട്. ചെറിയൊരു സ്ക്രാച്ച് ബാക്ക് സൈഡിലായിട്ട് കാണുന്നുണ്ട്. വേറെ മേജർ ആയിട്ടുള്ള ഒന്നുമില്ല. ഫ്രണ്ടിൽ ആഫ്റ്റർ മാർക്കറ്റ്, ഫ്രണ്ടിൽ സെൻസേഴ്സ് കൊടുത്തായിട്ട് കാണുന്നുണ്ട്. അത്യാവശ്യം വർക്ക് എടുത്ത വണ്ടിയാണ്. ഒന്ന് കട്ട് ചെയ്ത് പോളിഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടി ഒന്ന് കുട്ടപ്പനാവും. 2010 ഇന്നോവ, പുതിയ റിന്യൂവൽ, പുതിയ ടാക്സ്, G4 കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. റേറ്റ് എങ്ങനെ ചോദിക്കുന്നത്? നമുക്കൊരു 5.85 ലാസ്റ്റ് ഉദ്ദേശിക്കുന്നത്. 5.85. അതെ. ലോണൊക്കെ ഏകദേശം എത്ര പറയാൻ പറ്റുന്നുണ്ടോ? പ്രൈവറ്റ് ഫിനാൻസ് ആയിരിക്കും. 2.5 ലക്ഷം 3 ലക്ഷം 2.5-3 ലക്ഷം രൂപ റേഞ്ച് ലോൺ കിട്ടുന്നുണ്ടാവും. അതായത് വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്തൊരു വണ്ടി നോക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം മുതലാണ്. സിംഗിൾ ഓണർ കറക്റ്റ് 1.25 ആ റേഞ്ചിൽ ഓടിയിട്ടുള്ളൂ അല്ലേ? ഏകദേശം ഒരു 13 റേഞ്ചിലൊക്കെ ഡീസലിൽ മൈലേജ് കിട്ടുന്നുണ്ടാവും. അടുത്തത് സിയാസ്. 2017 സീറ്റ ആണ്. സെക്കൻഡ് ഓണർ വണ്ടി. പെട്രോൾ ആണോ ഡീസൽ ആണോ? ഇത് പെട്രോൾ ആണ് വരുന്നത്. സീറ്റ പെട്രോള്. ഓക്കെ. പെട്രോൾ. ഇത് ഹൈബ്രിഡ് വരുന്നില്ലേ? ഇത് ഹൈബ്രിഡ് അല്ലല്ലോ. ഹൈബ്രിഡ് അല്ലല്ലേ? അല്ല. KL 59 തളിപ്പറമ്പ് രജിസ്ട്രേഷൻ ആണ്. 13-15 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടാവും. പുഷ് ബട്ടൺ സ്റ്റാർട്ട്, ഓട്ടോമാറ്റിക് AC ഒട്ടിരി ഒരു എല്ലാ ഫീച്ചേഴ്സും വരുന്ന അന്നത്തെ ഫുൾ ഓപ്ഷൻ തൊട്ട് താഴെ നെക്സ സീരീസിൽ വന്ന വണ്ടിയാണ്. 2017 വണ്ടി. കിലോമീറ്റർ എത്ര ഓടിയുണ്ട്? കിലോമീറ്റർ 52,000 കിലോമീറ്റർ. ഓണർഷിപ്പ് സെക്കൻഡ് ഓണറായി. ഇപ്പൊ റേറ്റ് എത്ര വയ്ക്കുന്ന അടച്ചിട്ടോ? റേറ്റ് നമ്മൾ ചോദിക്കുന്നത് 5.90 ആണ്. നമുക്ക് എന്തായാലും 2017 ഫുൾ ഓപ്ഷൻ പെട്രോൾ, ഫുൾ ഓപ്ഷൻ ഇട്ടുള്ള പെട്രോൾ വണ്ടിക്ക്. ലോണൊക്കെ? ലോൺ നമുക്കൊരു 5.5 വരെ കയറും. 5.5 വരെ കയറും. റേറ്റിന് കുറയൂ? റേറ്റ് കുറയ്ക്കാം. മാക്സിമം കുറച്ച് കൊടുക്കും? മാക്സിമം കുറയ്ക്കാം. ഓ ആയിക്കോട്ടെ. വിശ്വസ് എടുത്തൂടെ? എടുക്കാം. അടുത്തത് വെന്യൂ. ഇത് 2022 S+ ആണ്. ഡീസൽ വണ്ടിയാണ്. 67,000 കിലോമീറ്റർ ആണ് ഓടിയത്. ഓണർഷിപ്പ് എത്ര? സിംഗിൾ ആണോ സെക്കൻഡ് ആണോ? സിംഗിൾ. നിലവിൽ എന്തെങ്കിലും ക്ലെയിം, ആക്സിഡന്റ് ഹിസ്റ്ററി? ഇല്ല. ആക്സിഡന്റ് ഹിസ്റ്ററി ഒന്നുമില്ല. ഓക്കെ. പുതിയ വണ്ടിക്ക് ഇത് ശരിക്കും എത്ര റേറ്റ് ഉണ്ടെന്ന് അറിയോ? 13-14 ഉള്ളിലാണെന്നാണ് തോന്നുന്നത്. ഓക്കെ. ഇത് 2022 S+ ആണ്. 2022 S+ അല്ലേ? അതെ. 1.5 ആണ്. ഏകദേശം 18-20 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടാവും ഡീസലിന്റെ അകത്ത്. അതെ. ഒരു ഇതെല്ലാം ബേസിക് ഫീച്ചേഴ്സും വരുന്നുണ്ട്. അതെ. എത്ര ചോദിക്കുന്നത് ഇതിന്? നമുക്കൊരു 9.5 ലക്ഷം. 9 ലക്ഷം കുറയോ? ചെറിയ എന്തെങ്കിലും അഡ്ജസ്റ്റ് ആയി കൊടുക്കാം. 9 ലക്ഷത്തിൽ നമുക്ക് പുതിയ ഇൻഷുറൻസ് ഉണ്ടാവും. ഓക്കെ. എടുക്കുന്നതൊക്കെ പൈസക്ക് മുതലുണ്ടോ? ഉണ്ട്. എന്തായാലും 9-9.25 വരെ ലോണും കയറുന്ന വണ്ടിയാണ്. ഓക്കെ. ഏകദേശം ഫുൾ ലോഡ് കയറുന്ന വണ്ടി തന്നെ.
വിശ്വസിച്ച് എടുത്തൂടെ? ഓ എടുക്കാലോ. എന്ന് വെച്ചാൽ ഇതിന് കമ്പനി വാറണ്ടി ഈ വർഷം സെപ്റ്റംബർ വരെ കൂടി ഉണ്ട്. ഓക്കെ, അതായത് ഏകദേശം ഒരു 3-4 മാസം എന്തായാലും വാറണ്ടി കിട്ടുന്നുണ്ട്. വാറണ്ടി ഉണ്ട്. സർവീസും കാര്യങ്ങളും കറക്റ്റ് ആയതുകൊണ്ടാണ് വാറണ്ടി ഇപ്പം ഇതുവരെ കിട്ടുന്നത്. ഓക്കെ, അതിന് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും? ചെയ്യാൻ പറ്റും. ഇത് വെന്യൂ ഇത് 2022 മോഡൽ വണ്ടിയാണ്. DCT ആണ്, ടെർബോ DCT ഡ്യുവൽ ക്ലച്ച് ടെക്നോളജിയിൽ ഓട്ടോമാറ്റിക് വേരിയന്റ്, ടർബോ പെട്രോൾ എഞ്ചിനും അല്ലേ? അതെ. ഓക്കെ, 1 ലിറ്റർ ആണ് വരിക. അതെ. ഏകദേശം 15 റേഞ്ചിൽ 13-15 റേഞ്ചിൽ എന്തായാലും മൈലേജ് തന്നെ ഓട്ടോമാറ്റിക്കലി കിട്ടുന്നുണ്ടാവും. ഫുൾ ഓപ്ഷൻ വണ്ടി അത്? ഫുൾ ഓപ്ഷൻ. ഫുൾ ഓപ്ഷൻ അതിനെ കൊണ്ട് ഒരു എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. സൺറൂഫ് ഉൾപ്പെടെ വരുന്നുണ്ട്. ഇപ്പം നിലവിൽ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ടാവും? കിലോമീറ്റർ ഒരു 42,000 കിലോമീറ്റർ. 42,000 റേഞ്ചിൽ ഓടിയിട്ടേ ഉള്ളൂ. എടുക്കുന്ന വേറെ വർക്ക് എന്തെങ്കിലും കാര്യമായിട്ട് എന്തെങ്കിലും പെൻഡിങ് എന്തെങ്കിലും ഉണ്ടോ? 2022 ഈ ഒരു പെയിന്റിംഗ് വർക്ക് മാത്രമേ ബാക്കിയുള്ളൂ, നമ്മൾ ചെയ്തു കൊടുക്കും. ഓക്കെ, ഇപ്പോൾ കമ്പനി വാറണ്ടിയിൽ ഉള്ളതാണോ? വാറണ്ടിയിലാണ്. അണ്ടർ വാറണ്ടിയിലുള്ള വണ്ടി തന്നെയാണ്. എന്തായാലും ഒരു 14 മുകളിൽ ഉണ്ടാവില്ലേ? 14 മുകളിൽ റേറ്റ് ഉണ്ട്. ആൾട്ടിസ് 2011 ആൾട്ടിസ് ആണ്. കേരള വണ്ടി, റീ വണ്ടി, ഒറിജിനൽ വണ്ടി, കേരള. ഓണർഷിപ്പ് 1, 2, 3, 4 സിംഗിൾ ഓണർ. സിംഗിൾ ഓണർ. KL 59 തളിപ്പറമ്പ്, ആർമി ബാഡ്സ് ഒക്കെ ഉണ്ടല്ലോ. ഇത് ജെ അല്ലേ? ജെ ആണ്. 96,000 കിലോമീറ്റർ. 96,000 കിലോമീറ്റർ. ജെന്യൂനാ? ഓ ജെന്യൂൻ. ആർമിന്ന് കാണുന്നതിനെ കൊണ്ട് തിരുത്തോന്ന് ചോദിക്കാനും പറ്റൂല. പക്ക കിലോമീറ്റർ അല്ലേ? കിലോമീറ്റർ കറക്റ്റ് ആണ്, ഹിസ്റ്ററി ഒക്കെ ഉണ്ട്. ഓക്കെ, നമ്മൾ എറ്റിയോസിലൊക്കെ വരുന്ന സെയിം 1.4 ലിറ്റർ ഡീസൽ എഞ്ചിനായിരിക്കും വരുന്നുണ്ടാവുക. 20-24 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടാവും. അതെ. അപ്പം റീവണ്ടിക്കാണ് 2011 വണ്ടി. നമ്മൾ ഓടി ഏകദേശം 5-6 ലക്ഷം കിലോമീറ്റർ ഓടിയ വണ്ടി നമ്മൾ 4-ന് താഴെ റേറ്റിൽ കാണാറുണ്ട്. ഇത് ലോ കിലോമീറ്റർ ആണ്. ലോ കിലോമീറ്റർ ആണ്. നല്ല ക്വാളിറ്റി ഉണ്ട് വണ്ടി, ഓടിക്കാനൊക്കെ നല്ല സുഖമാണ്. ഓക്കെ, ഇപ്പൊ നിലവിൽ റേറ്റ് എത്ര ചോദിക്കുന്നത് 2011 സിംഗിൾ ഓണർ വണ്ടിക്ക്? നമുക്കൊരു 480 ഒക്കെ കിട്ടിയാൽ കൊടുക്കാം. 480 അല്ലേ? അതെ. ഇപ്പൊ 2011 വണ്ടി 480 എന്ന് പറയുന്ന നേരം എടുക്കുന്ന ആക്ക പൈസക്ക് മുതലുണ്ടോ? കമന്റ് വരാനുള്ളതാണ്. മുതലുണ്ടോന്ന് വെച്ചാല് സാധാരണ വണ്ടിയൊക്കെ ഓട്ടം കൂടിയ വണ്ടികളാണ് വരല്. അധികം കംപ്ലൈന്റുകളൊക്കെ കാണാം. ഇത് ഓട്ടം കുറവാണ്, കംപ്ലൈന്റ് കുറവാണ്, വേറെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. എന്തായാലും ഉപയോഗിക്കുന്ന ആൾക്ക് കുറെ കാലം ഉപയോഗിക്കാൻ ബെസ്റ്റ് ആണ്. സേഫ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഓപ്ഷനാണ്. അതെ, അത് കേട്ടാ മതി. ഓക്കെ, ലോണ് കിട്ടുന്നുണ്ടാവോ? ലോണ് അത്രയൊന്നും കിട്ടൂല, എന്നാലും ഒരു 2-2.5 റേഞ്ചിൽ കിട്ടും. ലോൺ കിട്ടും അല്ലേ? വീഡിയോ നമ്മളോട് റാപ്പിയാണ് വീഡിയോയിൽ കാണിച്ചിട്ടുള്ള വണ്ടികളെ കുറിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ വരെ കോൺടാക്ട് നമ്പർ, അതേപോലെ തന്നെ ഇൻഷുറൻസ്, ഇങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ച് അറിയാനുള്ള കുറച്ച് പാർട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിനൊക്കെയുള്ള നമ്പർ നേരെ വീഡിയോ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. മറ്റൊരു വീഡിയോ കാണുമ്പോൾ അഭി സൈനിങ് ഓഫ്. അഡിയോസ്.